യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവ മക്കളുടെ മധ്യത്തിലായിരിപ്പ സർവശക്തനായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതിശയമായിട്ട് അത്ഭുതകരമായിട്ട് ദൈവം നമ്മെ പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്ത് നമ്മെ അതിശയമായിട്ട് ദൈവം നമ്മെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ആമേ സ്തോത്രം. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കണ്ണുനീർ കാണുന്ന ദൈവം. ആമേ സ്തോത്രം. ഈ പൽക്കാലത്തിന്റെ ആരംഭത്തിൽ ചില വിഷയത്തിന്റെ നടുവിൽ കണ്ണുനീരിന്റെ മധ്യത്തിലായിരിക്കും, കണ്ണ് കലങ്ങിയ കണ്ണുമായിട്ടായിരിക്കും ദൈവസന്നിലായിരിക്കുന്നത്. കർത്താവേ, എന്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് എന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ നീ ഒരു മറുപടി തരുമോ? എന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ടോ? എന്റെ കണ്ണുനീർ കാണുന്നുണ്ടോ? എന്നൊക്കെ ഉള്ള പല ചോദ്യങ്ങളും നമ്മുടെ നടുവിൽ നിന്ന് ഉയരുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ നമ്മുടെ കണ്ണുനീർ കാണുന്ന ദൈവം ഈ പകൽക്കാലം എന്റെ ദൈവം നമ്മുടെ കണ്ണുനീർ കണ്ടു എന്നതിന് ഒരു അടയാളത്തെ വെളിപ്പെടുത്തി തരുവാനായിട്ടിടയെത്തിരും. ചില അടയാളങ്ങൾ വെളിപ്പെടുന്ന പകൽക്കാലം എന്ന് വിശ്വസിക്കുക. അതങ്ങനെ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 38-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ആമേ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ നമുക്ക് ഈ അദ്ദേഹത്തിന്റെ ആരംഭ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നവനോട് പറയുന്നുണ്ട്, നിന്റെ ഗൃഹകാര്യ ക്രമത്തിലാക്കാൻ നീ മരിച്ചു പോകും, സൗഖ്യമാകില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹിസ്കിയാവ് ചെയ്ത ഒരു കാര്യമുണ്ട്. മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവയോട് പ്രാർത്ഥിച്ചിട്ട് ഹിസ്കിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്: അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. അവിടെ ഹിസ്കിയാവ് ദൈവസന്നെ ചില കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചിട്ട് കരയുന്ന ഒരു ഹിസ്കിയാവിനെ കാണുവാൻ സാധിക്കുന്നു. യെശയ്യാ പ്രവാചകൻ വന്ന് പറയുന്നുണ്ട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കാൻ നീ മരിച്ചു പോകും. ഈ ഒരു കാര്യം മാത്രമാണ് പ്രവാചകൻ വന്ന് പറയുന്നത്. പക്ഷേ ഇത് കേട്ട ഉടനെ തന്നെ ഹിസ്കിയാവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. മുഖം ചുവരിന്റെ നേരെ തിരിച്ചിട്ട് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും താൻ എങ്ങനെയാണ് ദൈവത്തിന്റെ മുമ്പാകെ നടന്നത് എന്നതിനെ പറ്റി അവിടെ പറഞ്ഞ ശേഷം അത് ഓർക്കണമേ എന്ന് പറഞ്ഞിട്ട് ഹിസ്കിയാവ് കരയുന്ന ഒരു അനുഭവത്തെ നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായെന്തെന്നാ അവിടെയാണ് നാം വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരുന്നത്. അതിന്റെ മറുപടിയായിട്ട്, ആ പ്രാർത്ഥനയുടെയും കണ്ണുനീരിന്റെയും മറുപടിയായിട്ട് പ്രവാചകനെ തിരിച്ച് ഹിസ്കിയാവിന്റെ അടുക്കിലേക്ക് അയക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ചില ദൈവശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ആണ് എന്റെ ദൈവം നോക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നാം ചിലപ്പോ കർത്താവിനോട് അടുക്കുവാനായിരിക്കാം, അല്ലെങ്കിൽ കർത്താവിനോട് ഒന്നുകൂടി ചേർന്ന് നിൽക്കുവാനായിരിക്കാം. ആ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരുമ്പോ ആരിൽ കൂടിയാണോ നമ്മോട് ദൈവശബ്ദം കേൾപ്പിച്ചത് അവരിൽ കൂടി തന്നെ അടുത്തൊരു ദൈവശബ്ദത്തെ കേൾപ്പിപ്പാൻ ദൈവം ശക്തനത്രേ. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. നമ്മുടെ ദൈവം വാക്കു മാറാത്ത ദൈവമാണ്. പക്ഷേ ഞാനും നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നും മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി വ്യതിചലിപ്പിക്കുന്ന പ്രാർത്ഥന കാര്യങ്ങളെ വ്യത്യസ്തപ്പെടുത്തുവാനായിട്ട് ഇടയത്തിരും. നിന്റെ കണ്ണുനീർ
കാര്യങ്ങളെ വ്യത്യസ്തപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരാം. ഇത് എന്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുമല്ലോ എന്ന് പറഞ്ഞ് ചിലത് കേൾക്കുമ്പോൾ ഇരിക്കുവാനല്ല, നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാൻ, നാം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ, നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക തയ്യാറാകുമ്പോൾ ചില കാര്യങ്ങളെ ദൈവം നീക്കുപോക്കുകൾ തരുവാനായിട്ട് ഇടയത്തീരാം. ചില അനർത്ഥങ്ങൾ നമ്മെ വിട്ടു മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീരാം. ഈ പകൽക്കാലം ചിലതൊക്കെ വന്നു ഭവിക്കുമെന്നോർത്ത് ഭാരപ്പെട്ട് ആകുലപ്പെട്ടിരിക്കുന്ന ദൈവ പൈതലേ, നീ ദൈവസന്നിധിയിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നിന്നെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് വരാനിരിക്കുന്ന ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കർത്താവ് വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, 5-ാം വാക്യത്തിൽ കാണുന്നു, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ആമേൻ, സ്തോത്രം. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന, നീ കണ്ണുനീരൊഴുക്കിയ കണ്ണുനീരിനെ എന്റെ സ്വർഗത്തിലെ ദൈവം കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആര് കാണാതെ നീ കരഞ്ഞ ചില വിഷയങ്ങളായിരിക്കാം, ആര് കാണണ്ടെന്ന് വിചാരിച്ച് നിന്റെ കണ്ണിനെ മുഖത്തെ നീ മറച്ചു പിടിച്ച് കാണുമായിരിക്കാം. നിന്റെ ശബ്ദം പുറത്തു വരാതവണ നീ മാക്സിമം നീ ഹല്ലേലൂയ സൗണ്ടുകളെ ഒതുക്കി കാണുമായിരിക്കാം. പക്ഷേ നീ കരഞ്ഞ കണ്ണുനീരിനെ കണ്ട ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ കണ്ണുനീരിനെ കണ്ടൊരു ദൈവമുണ്ട്. നിന്റെ കൂടെയുള്ളവർ നിന്റെ കണ്ണുനീരിനെ കണ്ടില്ലായിരിക്കാം. നിന്റെ കൂടെ സഞ്ചരിച്ചവ, നിന്റെ കൂടെ സംസാരിച്ചവ നിന്റെ കണ്ണുനീരിനെ കണ്ടു കാണില്ലായിരിക്കും. പക്ഷേ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ കണ്ണുനീരിനെ കണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന കേട്ട ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും വേദനയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നില്ലേ, എന്റെ കണ്ണുനീർ കാണുവാൻ ആരുമില്ലേ, എന്റെ കണ്ണുനീർ ആര് കാണുന്നില്ലല്ലോ എന്ന ചോദ്യങ്ങൾ ജീവിതത്തിന്റെ വേദനയുടെ മധ്യത്തിൽ നിന്ന് ഉയരുമ്പോ ഈ പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാ വിളിച്ചു പറയട്ടെ, നിന്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആര് കാണാതെ നീ കരഞ്ഞ കണ്ണുനീരിനെ ഹല്ലേലൂയ തുരുത്തിയിലാക്കി വച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം മറുപടി തരുവാനായിട്ട് ഇടയായിത്തീരും. നീ ചിലപ്പോ കരഞ്ഞ കണ്ണുനീരിനെ, കരഞ്ഞ വിഷയത്തിൽ ചിലപ്പോ മറന്നു പോയി കാണുമായിരിക്കും. പക്ഷേ എന്റെ സ്വർഗത്തിലെ ദൈവം മറന്നു കളയത്തില്ല. ഹല്ലേലൂയ. ഈ പൽക്കാലം വിശ്വസിക്കാമോ, നിന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. അത് നാം പ്രതീക്ഷിക്കുന്ന സമയത്തായിരിക്കില്ല. ദൈവം എപ്പോഴാണ് അതിന് മറുപടി തരുവാൻ ആഗ്രഹിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ ടൈം എപ്പോഴാണ്, അത് ആ സമയത്ത് വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായിത്തീരുക. പ്രിയ ദൈവ പൈതലേ, നീ ആയിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവേ, നീ ആയിരിക്കുന്ന വിഷയത്തിന്റെ ഇടയിൽ നീ ഒരു തുള്ളി കണ്ണുനീർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീർ ചെന്ന് വീഴുന്നത് നിന്റെ മേൽ വെളിപ്പെടാൻ ഇരിക്കുന്ന വിടുതലിലേക്ക്. എത്ര സ്തോത്ര. നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തിന്റെ മുകളിൽ എത്രേ, അതേ വാഗ്ദത്തത്തിന്റെ മുകളിൽ എത്ര തന്നെ കട്ട പിടിച്ച് കിടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ കട്ടകളെ ഉടച്ച് നിരപ്പാക്കുന്ന ഒന്നത്രേ, ആ കട്ടകളെ ഒളിപ്പിച്ച് കളഞ്ഞിട്ട് നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ പൊങ്ങി വരുന്ന ഒന്നത്രേ നിന്റെ കണ്ണുനീരെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പകൽക്കാലം പറയട്ടെ, നീ കരയാതിരിക്കേണ്ട. നിനക്ക് എത്രത്തോളം ദൈവസന്നിധിയിൽ കരയുവാനായിട്ട് കഴിയുമോ അത്രത്തോളം നീ കരയ. കാരണം കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുവാനായിട്ട് ഇടയായിത്തീര. നിനക്ക് കരയുവാൻ ഒരു സമയമുണ്ടെങ്കിൽ, നിനക്ക് കരഞ്ഞുകൊണ്ട് വിതയ്ക്കുവാൻ ഹല്ലേലൂയ ഒരു ടൈം ഉണ്ടെങ്കിൽ, നിനക്ക് കൊയ്ത്ത് നിന്റെ പിന്നാലെ കടന്നു വരുന്നുണ്ട്. ഒരു ആർപ്പിന്റെ കൊയ്ത്ത് നിന്റെ മുമ്പിൽ ദൈവം വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അതേ സ്തോത്രം, ഉടയ്ക്കാൻ പറ്റാതെ കിടക്കുന്ന ചില കട്ടകളെ ഉടച്ച് നിരപ്പാക്കി നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ പൊട്ടി പുറത്തു വരുന്ന ഒന്നത്രേ നിന്റെ കണ്ണുനീർ എന്ന് പറയുന്നത്. സ്തോത്ര. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നിന്റെ കണ്ണുനീർ കൊണ്ട് കിളിർത്തു വരാത്ത ഒരു വാഗ്ദത്വവുമില്ല. നിന്റെ കണ്ണുനീർ കൊണ്ട് പുറത്തു വരാത്ത ഒരു മറുപടിയുമില്ല. നിന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നീ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പലർക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, നിന്റെ കണ്ണുനീര് കണ്ട് സന്തോഷിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. നീ ഏത് വിഷയത്തിനകത്താണോ കരയുന്നത് അതിന് മറുപടി തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അതേ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു.
ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. അവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല, നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂരാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്തു രക്ഷിക്കും. പ്രിയ ദൈവമക്കളെ, നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യെശയ്യാ പ്രവാചകൻ വന്ന് ഹിസ്കിയാവോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: നിന്റെ ഗ്രഹകാര്യക്രമത്തിലൊക്കെ നീ മരിച്ചു പോകും. ഈ ഒരു കാര്യമാണ് പറഞ്ഞ. പക്ഷേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അതേ സ്തോത്രം, 15 സംവത്സരം നീട്ടിക്കൊടുക്കുക മാത്രമല്ല. അവിടെ കാണുന്നു, ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂരാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ഈ നഗരത്തെ ഞാൻ കാത്തുരക്ഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോ സ്തോത്രം, ഹിസ്കിയാവിന്റെ കണ്ണുനീരിന്റെ മറുപടി എന്ന് പറയുന്നത് ഒരു വിഷയത്തിനകത്ത് മാത്രം ഒതുങ്ങിയില്ല. ഹല്ലേലൂയ. ഒരു വിഷയത്തിനകത്താണ് ഹിസ്കിയാവ് കരഞ്ഞുകിയ. അവന്റെ ഉള്ളിൽ കിടന്ന വിഷയത്തിന് കൂടെ മറുപടിയെ വെളിപ്പെടുത്തി കൊടുത്തൊരു സ്വർഗമുണ്ട്. പ്രിയ ദൈവ പൈതലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിഷയത്തിന് വേണ്ടി ആയിരിക്കാം നീ കരയുന്നത്, നീ നിലവിളിക്കുന്നത്. പക്ഷേ ആ വിഷയത്തിനകത്ത് ഏതെല്ലാം സബ്ജക്റ്റുകൾ ഉൾപ്പെട്ട് കിടക്കുന്നുവെന്ന് അറിയുന്ന ഒരു സ്വർഗമുണ്ട്. ആ ദൈവം ആ വിഷയങ്ങൾക്കൊക്കെയോ മറുപടി വെളിപ്പെടുത്തുവാനായിട്ടിടയായി തീരും. നീ പുറമെ ഒരു വിഷയത്തിന് വേണ്ടി കരയുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം പരിശുദ്ധാത്മാ വിളിച്ചു പറയട്ടെ, ആ വിഷയം മുഖാന്തരമായിട്ട് നീ ഏതെല്ലാം മേഖലയ്ക്കകത്ത് ഒരു വിടുതൽ ആഗ്രഹിക്കണമെന്ന്, ഏതെല്ലാം മേഖലയ്ക്കകത്ത് നീ പുറത്തു വരണമെന്ന് അറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ആ മേഖലയ്ക്കകത്തല്ല എന്റെ സ്വർഗത്തിലെ ദൈവം വിടുതൽ അയക്കുവാനായിട്ടിടയത്തിര. അങ്ങനെയൊക്കെ നിന്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്. ഈ പകൽക്കാലം വിശ്വസിക്കുക, ഉറപ്പ് പ്രാപിക്കുക, ധൈര്യമുള്ളവരായിരിക്കുക, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവം മറുപടി തരുവാനായിട്ട് ഇടയായി തീരും. അവിടെ കാണുവാൻ സാധിക്കുന്നു, യഹോവ പറയുന്ന ഒരു കാര്യമുണ്ട്. താൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കുമെന്നുള്ളതിനെ യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്കൊരു അടയാളമാകും. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അവരൊരു അടയാളത്തെ സഹിതം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. വെറുതെ ഒരു വാക്കായി പറഞ്ഞു പോകുകയല്ല. നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിനക്ക് മറുപടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോകുകയല്ല. അവിടെ കാണുവാൻ സാധിക്കുന്നു, താൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിനെ യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്കൊരു അടയാളമാകും. അങ്ങനെ ഈ പകൽക്കാലം ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന കണ്ണുനീരോടായിരിക്കുന്ന ദൈവപൈതലേ, നിന്നോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, കഴിഞ്ഞ നാളത്തെ നിന്റെ കണ്ണുനീരിന്റെ ഹല്ലേലൂയ നീ കേട്ട ദൈവ ശബ്ദമല്ലേ നിന്റെ കണ്ണുനീർ കണ്ടു എന്ന ആ ദൈവ ശബ്ദത്തിന് അത് നിന്റെ ജീവിതത്തിനകത്ത് നിവർത്തി വരാൻ പോകുന്നു എന്നതിന്റെ ചില അടയാളങ്ങൾ ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന പകൽക്കാലം അത്രേ. ചില അടയാളങ്ങൾ തന്ന് ഉറപ്പിക്കുന്ന, നിന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ട് എന്ന് വെളിപ്പെടുത്തി തരുന്ന ചില അടയാളങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. അവിടെ രക്തത്താൽ ജയമെടുക്കുന്ന അവിടെ കാണുന്നു, താൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കും. യഹോവയെ ദൈവം അരുളി ചെയ്തു, അതങ്ങനെ സംഭവിച്ചു. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം നിന്റെ കണ്ണുനീരിന്റെ മറുപടി വെളിപ്പെട്ടു വരാൻ പോകുക. ചില അടയാളങ്ങൾ നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. യഹോവയുടെ പക്കൽ നിന്ന്, ഒരു മനുഷ്യന്റെ പക്കൽ നിന്നല്ല. നിന്റെ കണ്ണുനീർ ആരാണോ കണ്ടത്, എന്റെ സർവശക്തനായ ദൈവം, ആ ദൈവത്തിന്റെ പക്കൽ നിന്ന് ചില അടയാളങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരാൻ പോകുക. ഹല്ലേലൂയ. അതേ സ്തോത്രം. യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്കൊരു അടയാളമാകുമെന്ന് പറഞ്ഞ് താഴെയുള്ള ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു. ആഹാസിന്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയുമാറാക്കും. അങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിഞ്ഞു പോയി എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഈ പകൽക്കാലം സ്തോത്രം വിശ്വസിക്കുക, നിന്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീരിന് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പലരും നിന്റെ കണ്ണുനീർ കണ്ടിട്ട് കാണാതെ തിരിഞ്ഞു പോകുമ്പോ, ഹല്ലേലൂയ, ഈ പകൽക്കാലം പറയട്ടെ, നിന്റെ കണ്ണുനീർ കണ്ടിട്ട് തിരിഞ്ഞു പോകുന്നൊരു ദൈവമല്ല, അതിന് മറുപടി തരുന്ന ഒരു ദൈവമത്രേ. ഹല്ലേലൂയ. അതിന് മറുപടി ഉണ്ടെന്ന് ഈ പകൽക്കാലം നീ വിശ്വസിക്കുക. അതിന് അടയാളം ഈ പകൽക്കാലം ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു, കണ്ണുനീർ കണ്ട് അവനെ സൗഖ്യമാക്കുക മാത്രമല്ല, തന്റെ മേൽ പറഞ്ഞതായ പ്രവചനത്തിന്റെ
അതിന്റെ അടയാളമായിട്ട് ദൈവവചനത്തിന്റെ ശക്തിയാ അത് നിവർത്തിച്ചു എന്ന് അവിടെ വചനത്തെ കാണുന്നു. ഹല്ലേലൂയ. അതാ ഞാൻ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. യഹോവ താൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്കൊരു അടയാളമാകും. അങ്ങനെ ഈ പകൽക്കാലം ദൈവസന്നി കണ്ണുനീരോടെ ചില പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കണ്ണുനീരോടായിരിക്കുന്ന പ്രിയ ദൈവപൈതലേ, ഇപ്പോൾക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഒരടയാളം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരും. അത് പ്രാപിക്കുവാൻ കാണുക സ്വർഗത്തിലെ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ. അതേ നിന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ട് എന്നതിന്റെ ഒരു അടയാളം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാക്ക് അത് അങ്ങനെ തന്നെ സംഭവിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ? സ്തോത്രം. കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ചില അടയാളങ്ങൾ വെളിപ്പെട്ടു വരുന്ന പകൽക്കാലം അത്രേ. എത്രയോ നാൾ കൊണ്ട് നീ കരയുന്ന വ്യക്തിയായിരിക്കാം. എന്റെ കണ്ണുനീരിന് ഇനി മറുപടി ഉണ്ടോ എന്ന ചോദ്യങ്ങൾ എവിടെയൊക്കെയോ നിന്ന് ഉയർന്നു വരുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചില അടയാളങ്ങൾ ദൈവത്തിന്റെ പക്കൽ നിന്ന്, ആരുടെയെങ്കിലും പക്കൽ നിന്നല്ല വരുന്നത്. നീ എവിടെയാണോ കരഞ്ഞത്, ഹല്ലേലൂയ, ആരുടെ മുമ്പിലാണോ നിന്റെ കരച്ചിലെത്തിയത്, സർവശക്തനായ ദൈവത്തിന്റെ പക്കൽ നിന്ന് ഹല്ലേലൂയ ചില മറുപടികൾ, ഹല്ലേലൂയ ചില അടയാളങ്ങൾ, ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ നിന്റെ വിഷയത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. സ്തോത്രം. വചനത്തെ കാണുവാൻ സാധിക്കുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം വിശ്വസിക്ക. നീ കണ്ണുനീരോടെ വിതച്ച ചില വിഷയങ്ങൾ ഹല്ലേലൂയ ആർപ്പോടെ കൊയ്യാൻ പോകിയ. സ്തോത്രം. നീ കരഞ്ഞത് ഹല്ലേലൂയ, രാത്രി മുഴുവനും കിടന്ന് കട്ടിനെ നനച്ചത് ഹല്ലേലൂയ മറ്റാരും കണ്ടില്ലായിരിക്കാം. സ്തോത്ര. നിന്റെ വിഷയത്തിന്റെ കാഠിന്യം എത്രയെന്ന് മറ്റുള്ളവർ അറിഞ്ഞില്ലായിരിക്കാം. സ്തോത്ര. പക്ഷെ നിന്റെ വിഷയത്തിന്റെ കാഠിന്യത്തെ അറിഞ്ഞ ദൈവ, നിന്റെ വിഷയത്തിന്റെ വേദനയെ അറിഞ്ഞ ദൈവ, നിന്റെ ഹൃദയത്തിന്റെ ഉൾപ്പുവുകളെ കണ്ടതായ ദൈവ, നിന്റെ കണ്ണുനീരിനെ പാഴായി പോകാതവണ തുരുത്തിയിലാക്കി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനെ നിനക്ക് മറുപടി കൊയ്തെടുക്കത്തക്ക രീതി ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ടിടയായി തീരും. അതുകൊണ്ട് 56-ാം സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 8-ാം വാക്യത്തിൽ കാണുന്നു, നീ എന്റെ ഉയർച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ. ഹല്ലേലൂയ. അതേ ചിലരുടെ കണ്ണുനീരുകളൊക്കെയും സ്വർഗത്തിൽ ദൈവം പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഈ പകൽക്കാല പുസ്തകത്തെ തുറന്ന് നിനക്ക് വേണ്ടി മറുപടി തരുന്ന പകൽക്കാലം അത്രേ. യഹോവയുടെ പക്കൽ നിന്ന് അതേ പുസ്തകത്തിൽ എഴുതി വെച്ച, നിന്റെ കണ്ണുനീരിനെ തുർത്തിയിലാക്കി വെച്ച യഹോവയുടെ പക്കൽ നിന്ന് ചില അടയാളങ്ങൾ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം വെളിപ്പെട്ടു വരുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ ഒഴിക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരിനെയും ഹല്ലേലൂയ ദൈവം അത് നിക്ഷേപിച്ചു വയ്ക്കുവാനായിട്ടിടയായിത്തീരും. അതിന് മറുപടി തരുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. ലോകം നിന്നെ നോക്കി പറഞ്ഞിരിക്ക, നിന്റെ കണ്ണുനീരിന് ഇനി മറുപടിയില്ല, നിനക്ക് എപ്പോഴും കരച്ചിലേ ഉള്ളൂ. ഈ ചോദ്യങ്ങളൊക്കെ കടന്നു വന്നിരിക്കാം. പക്ഷേ കരയുന്ന ദൈവ പൈതലേ, നിനക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, നീ ആരുടെ മുമ്പിലാണ് കരയുന്നതെന്ന്. ഹല്ലേലൂയ. ഈ പകൽക്കാലം പറയട്ടെ, നീ ദൈവസന്നി കരയുവാൻ ഇടയായി തീർന്ന, നീ ലോകത്തിന്റെ മുമ്പാകെ കരയുവാൻ ദൈവം ഇടയാകത്തില്ല. നീ രഹസ്യത്തിൽ കരഞ്ഞ ചില വിഷയത്തിന് സ്വർഗത്തിലെ ദൈവം പരസ്യത്തിൽ മറുപടി തരുവാനായിട്ടിടയത്തില്ല. ചില വിഷയങ്ങൾ നീ കേട്ടപ്പോ ഹല്ലേലൂയ ഹിസ്കിയാവ് കരഞ്ഞതുപോലെ മറ്റാരും നിന്റെ അടുക്കൽ ഉണ്ടായിരുന്നു കാണില്ലായിരിക്കാം. നീ ചുവരിന്റെ നേരെ മുഖം തിരിച്ച് ദൈവമേ എന്ന് പറഞ്ഞ് നീ വാവിട്ട് നിലവിളിച്ച ഹല്ലേലൂയ കർത്താവിനോട് കരഞ്ഞ ചില വിഷയങ്ങളില്ലേ. സ്തോത്ര. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അതിന് മറുപടി വെളിപ്പെടാൻ പോകുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്, എത്ര പേർക്ക് ധൈര്യമുണ്ട്. ഹല്ലേലൂയ. യഹോവയുടെ പക്കൽ നിന്ന് ചില അടയാളങ്ങൾ ഹല്ലേലൂയ ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ.
അതേ സ്തോത്രം, ഹല്ലേലൂയ. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞില്ലേ? ചില വിഷയങ്ങൾ വന്നു ഭവിക്കുമെന്ന് പറഞ്ഞപ്പോ, ചിലതൊക്കെ സംഭവിക്കുമെന്ന് കേട്ടപ്പോ മനസ്സാകെ ഇടറിപ്പോയില്ലേ? പിടിച്ചു നിൽക്കാൻ പറ്റാതെ റൂമിനകത്ത് പോയിരുന്നു വാവിട്ട് നിലവിളിച്ച ദൈവ പൈതലെ, ഞാനിത് ആരോട് ഷെയർ ചെയ്യും? ആരോട് ഞാൻ ഇത് സംസാരിക്കാം? ആരോട് ഞാൻ ഇത് പറയുമെന്ന് ഓർത്ത് നീ വാവിട്ട് നിന്റെ വിഷയത്തെ പോലും പറയാൻ കഴിയാതെ നീ വാവിട്ട് കർത്താവിന്റെ സന്നി നിലവിളിച്ചില്ലേ? നീ കരഞ്ഞില്ലേ? ഹല്ലേലൂയ. നിന്റെ മണിക്കൂറുകൾ കണ്ണുനീര് നീ കുതിർത്ത് കളഞ്ഞില്ലേ? ഈ രാത്രി പൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ആ മണിക്കൂറുകളെ എന്റെ ദൈവം മറുപടിയാക്കി തീർക്കാൻ പോകുക. ആ മണിക്കൂറുകളെ നിന്റെ ജീവിതത്തിലെ ആഴമേറിയ ദൈവീയ പ്രവൃത്തിയുടെ, ഹല്ലേലൂയ, ചില വാഗ്ദത്തങ്ങൾ പൊട്ടി പുറത്തു വരുന്ന ഒരു സമയമാക്കി, നിനക്ക് മറക്കാനാത്തൊരു ടൈമാക്കി തന്നെ ദൈവം മാറ്റാൻ പോകുക. സ്തോത്രം. ഈ പകൽക്കാലം വിശ്വസിക്കാം, കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ടിടയെത്തിരും. ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ടിടയെത്തിരും. ഇവിടെ ഹിസ്റ്ററി ചെയ്ത ഒറ്റ കാര്യമേ ഉള്ളൂ. താൻ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോ താൻ ചുവരിന്റെ നേരെ മുഖം തിരിച്ചിട്ട് ദൈവത്തോട് ഒറ്റ പ്രാർത്ഥന, തന്റെ കാര്യങ്ങളെ കർത്താവ് ദൈവത്തിന്റെ സന്നി ബോധിപ്പിച്ചിട്ട് താൻ കരയുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് ഇടയായി തീർന്നു. ആ ഹിസ്കിയാവിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്തു. യഹോവയുടെ പക്കൽ നിന്ന് അടയാളത്തെ കൊടുത്ത് മാനിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്. ഹല്ലേലൂയ. പലരും നിന്നോട് പറഞ്ഞു കാണും, നിന്റെ കണ്ണുനീരിന് ഇനി മറുപടിയില്ല, നീ ഇനി കരയേണ്ട, ആ വിഷയത്തെ അങ്ങ് മറന്നു കള എന്ന് പറഞ്ഞു കാണുമായിരിക്കും. പക്ഷേ ഞാൻ ഇവിടെ വായിച്ച ഭാഗത്ത് പറഞ്ഞല്ലോ, നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വച്ചിരിക്കുന്ന ഒരു ദൈവം, അത് പുസ്തകത്തിന്റെ ചുരുളിൽ ഉണ്ട്. ഹല്ലേലൂയ. അത് മാച്ചു കളയുവാൻ കഴിയില്ല. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും മാച്ചു കളയുവാൻ കഴിയത്തില്ല. പ്രിയ ദൈവമക്കളെ, കരയുന്ന ഞാനും നിങ്ങളും ചിലപ്പോൾ വിഷയത്തെ മറന്നു പോയാൽ, മറക്കാതെ വേണം നീ ഏത് ദിവസം, ഏത് മാസത്ത്, ഏത് ആണ്ടില്, ഏത് ടൈമില് നീ കരഞ്ഞു എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകം ദൈവത്തിന്റെ പക്കലുണ്ട്. ആ ദൈവത്തിന്റെ പക്കൽ നിന്നാ നിനക്ക് മറുപടി വരാൻ പോകുന്നത്. ഓ ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില മറുപടികൾ കർത്താവിന്റെ പക്കൽ നിന്ന് വരാൻ പോകുക. അതേ സ്തോത്രം, ഹല്ലേലൂയ. യഹോവേ, ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, താൻ അരുളിച്ചത് ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിനെ യഹോവയുടെ പക്കൽ നിന്ന് ഇതൊരു അടയാളമാകും. ഈ പകൽക്കാല കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? എന്റെ ജീവിതത്തിനകത്ത് ദൈവം പറഞ്ഞ ചില അരുളപ്പാടുകളുണ്ട്. ഞാൻ കരഞ്ഞപ്പോ കേട്ട ചില ദൈവ ശബ്ദങ്ങളുണ്ട്. ആര് നിശബ്ദതയുടെ നടുവിൽ നീ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട്, ഹല്ലേലൂയ, ബെഡിൽ അടിയിൽ ഇരുന്നപ്പോ, നിന്റെ ബെഡ്റൂമിൽ ഇരുന്നപ്പോ നീ കേട്ട ചില മൃദുസ്വരങ്ങളില്ലേ? നീ ഭയപ്പെടേണ്ട, ഈ വിഷയത്തിനകത്ത് ഞാൻ മറുപടി തരും. ഇതൊക്കെ കേട്ട നീ ചില ദൈവിക ശബ്ദങ്ങളില്ലേ, ചില വചനങ്ങളില്ലേ, ഈ വചനങ്ങൾ നിറവേറും എന്നതിന് യഹോവയുടെ പക്കൽ നിന്ന് ഒരു അടയാളം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. ഈ ദൂത് വിശ്വസിക്കുന്നവർ ഏറ്റെടുക്കുക. വലിയ ദൈവപ്രവൃത്തി ജീവിതത്തെ വെളിപ്പെടുക. പരിശുദ്ധാത്മന്റെ പ്രാർത്ഥന റൂമിനകത്ത് തന്ന ദൈവശബ്ദമത്രേ, ഹല്ലേലൂയ. ചില അടയാളങ്ങൾ യഹോവയെ ദൈവം അരുളി ചെയ്തത് നിറവേറും എന്നതിന്റെ ചില അടയാളങ്ങൾ ദൈവജനത്തിന്റെ നടുവെ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്താൻ പോകുക. സ്തോത്ര. വിശ്വസിക്കുന്നവരുടെ മേൽ ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെടാ. കരയുന്ന ദൈവ പൈതലേ, നിന്നോട് പരിശുദ്ധാത്മ പറയുന്നത്, ചില വിഷയങ്ങൾ നീ കേട്ടപ്പോ നീ കരഞ്ഞില്ലേ? എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിച്ചില്ലേ? നിന്നോട് ഈ പകൽക്കാലം പരിശുദ്ധാത്മ ഇടപെടുക. നീ കേട്ട ദൈവ ശബ്ദം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശബ്ദമാണ്. അത് നിറവേറാനായിട്ട് ഉള്ളത് ആണെന്ന്, ഹല്ലേലൂയ, തെളിയിക്കുന്ന പകൽക്കാലം അത്രേ യഹോവയുടെ പക്കൽ നിന്ന്, ഹല്ലേലൂയ, നിനക്കൊരു അടയാളം ആകും. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്ക. ചില അടയാളങ്ങൾ, ഹല്ലേലൂയ, നിന്റെ കണ്ണുനീരിന്റെ മറുപടികൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം വെളിപ്പെട്ടു വരും. അങ്ങനെയൊക്കെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി ചലിച്ചു കൊണ്ടിരിക്കും.
വിശ്വസിക്കുന്നവരുടെ ഈ ദൈവവചനത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാ. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി തീരുവാനായിട്ടിടയെത്തില്ല. ഇനി ആ വിഷയത്തെ ഓർത്ത് നിങ്ങൾ കരയുവാൻ ഇടയാകാത്തവണ്ണ ചില മറുപടികളെ തന്ന് മാനിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. യഹോവ ഈരെ. ഹല്ലേലൂയ. യഹോവ നമുക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. ആ കരുതലുകൾ ഹല്ലേലൂയ ചിലത് മാറിപ്പോകേണ്ടതായിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിനകത്തുനിന്ന് ഈ പകൽക്കാലം ചിലത് മാറിപ്പോകുവാനായിട്ടിടയായിത്തീരും. ചിലത് കൂടി കൂട്ടിച്ചേർക്കുവാനായിട്ടിടയായിത്തീരും. ഹിസ്കിയാവിന്റെ ജീവിതത്തിനകത്ത് 15 സംവത്സരത്തെ നീട്ടിക്കൊടുത്ത് അസുരാജന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് ഹല്ലേലൂയ അവിടെ കാണുന്നു നഗരത്തെ താൻ കാത്തു രക്ഷിക്കുവാനായിട്ടിടയായി തീർത്തുവയ്ക്ക്. നീ ഭയപ്പെടുന്ന ചിലതിന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നിന്നെ വിടുവിക്കുകയും നിന്റെ കുടുംബത്തെയും ദൈവം കാത്തു രക്ഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പ്. നീ കരഞ്ഞത് വെറുതെ അല്ല. ചില വിഷയങ്ങൾ കേട്ടപ്പോ നീ കരഞ്ഞത് വെറുതെ അല്ല. ഹല്ലേലൂയ. ഇന്ന് നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും, ഞാൻ എന്തിനാ അതിന് കരഞ്ഞതെന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. ഇപ്പൊ നീ കാണുന്നില്ലായിരിക്കാം നീ കരഞ്ഞതിന്റെ മറുപടി. പക്ഷേ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ തക്ക ടൈമില് അതിന്റെ മറുപടി നീ കാണുവാനായിട്ടിടയെത്തില്ല. അന്ന് ഞാൻ കരഞ്ഞത്, ആ വിഷയത്തെ കേട്ടപ്പോ ഞാൻ കരഞ്ഞത് വ്രതമായി തീർന്നില്ല എന്ന് നീ ഓർക്കുന്ന നാളുകൾ നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുവാനായിട്ടിടയെത്തില്ല. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, കരയുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് യഹോവയുടെ പക്കൽ നിന്ന് ചില അടയാളങ്ങൾ വെളിപ്പെട്ടു വരുന്ന പകൽക്കാലം അത്രേ. വിശ്വസിക്കുക, അതങ്ങനെ സംഭവിക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിന് ആസ്തുതിക്കുന്നു. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, കരഞ്ഞ് കണ്ണുമായിരിക്കുന്ന അങ്ങയുടെ ജനത്തിന്റെ നടുവിലേക്ക് എന്റെ കർത്താവിന്റെ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ കർത്താവെ, അങ്ങയുടെ പക്കൽ നിന്ന് ചില അടയാളങ്ങൾ തന്റെ ജനത്തിന്റെ മേൽ ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ കർത്താവെ. അപ്പൊ ചിലത് നിറവേറും എന്നതിന്റെ അടയാളങ്ങൾ എന്റെ കണ്ണുനീരിന് മറുപടിയുണ്ടോ എന്ന ചോദ്യത്തോടെ ആയിരിക്കുമ്പോ കർത്താവെ, അങ്ങയുടെ ശബ്ദം നിറവേറും എന്നതിന്റെ അടയാളങ്ങൾ അങ്ങേ നിന്ന് ചിലത് പുറപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ഉറപ്പിക്കുക കർത്താവെ. ഭാരത്തോടും പ്രയാസത്തോടും വേദനയോടും ദുഃഖത്തോടുമായിരിക്കുന്ന ജനത്തിന്റെ നടുവിലേക്ക് എന്റെ കർത്താവിന്റെ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.